ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കുറച്ച് കാലം മുന്നേ ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചതായിരുന്നു ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു IAM ഫോർ all the love and support, and especially Sali sir, Bashir ka, Bama ma'am, and the faculties, Shail sir, Shia sir. So എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എസ്പെഷ്യലി ഞാൻ 12th പഠിക്കുമ്പോഴാണ് IAM കണ്ണൂർ IAM ടീം എൻ്റെ സ്കൂളിൽ വരുന്നത്, ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അന്ന് ഇപ്പോൾ +2 കഴിഞ്ഞ് വാട്ട്സ് നെക്സ്റ്റ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിൽക്കുന്ന സമയത്താണ് IAM വന്ന് ആ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അന്ന് IAM എനിക്കൊരു CA എന്നുള്ള ആൻസർ കിട്ടി. അന്ന് സാലി സാറിൻ്റെ കുറേ മോട്ടിവേഷൻ കേട്ട് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, അമ്മ എനിക്ക് CA എടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു, അവരൊരു നെഗറ്റീവ് ഇതുപോലും പറയാണ്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത്, നിനക്ക് പറ്റുവാണെങ്കിൽ നീ എടുത്തോ, ഇത് പാസ്സാവില്ല എന്നൊന്നും നോക്കണ്ട, ഞങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞ് അവരെൻ്റെ കൂടെ നിന്നു. അങ്ങനെ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ള എൻ്റെ ഫാമിലി, എൻ്റെ IAM, ഫസ്റ്റ് ഓഫ് ഓൾ IAM. അന്ന് ആ ഒരു ഒറ്റ ക്ലാസ് കാരണം എൻ്റെ ലൈഫ് തന്നെ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് IAM ചിലപ്പോൾ എൻ്റെ സ്കൂളിൽ വന്നില്ലായിരുന്നു, ഞാനിപ്പോൾ ചിലപ്പോൾ വല്ല BCom കഴിഞ്ഞ് PG കഴിഞ്ഞ് വല്ല ചെറിയ അക്കൗണ്ടൻറ്റോ അങ്ങനെ വല്ലതുമായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവുമായിരുന്നു. അത് ഭയങ്കര എൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. എനിക്കിപ്പോൾ നിങ്ങളോട് പാരൻസിനോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങളെ കുട്ടികൾക്ക് എന്താണോ താല്പര്യം അതിനവരെ വിടുക. അവരത് സക്സസ്സിലേക്ക് എത്തിക്കും. അല്ലാണ്ട് നിങ്ങളെ താല്പര്യം മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. കാരണം അവർ ഇപ്പോൾ അങ്ങനെയുള്ള 90% ആൾക്കാരും ഫെയിലിയറാണ്. അപ്പോൾ നമ്മളെ താല്പര്യത്തിനനുസരിച്ച് എന്തെടുക്കുന്നോ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇവിടെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളി ഫാക്കൽറ്റീസാണ്. ഷെയിൽ സാറിലാണെങ്കിൽ സാറിൻ്റെ നോട്ട് മാത്രം വെച്ചിട്ടാണ് എനിക്ക് അക്കൗണ്ട്സിന് 82 മാർക്സ് കിട്ടിയത്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ക്ലാസ്സാണ്. സാറെല്ലാം ഒരു 4-5 ഡേയ്സിനായിരിക്കും ക്ലാസ്സിന് വരുന്നുണ്ടാവുക. ആ ഒരു 1 വീക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വീക്സ് നമുക്ക് പിന്നെ വേറെ മോട്ടിവേഷനൊന്നും വേണ്ട, ഒരു മാസത്തേക്കുള്ള മോട്ടിവേഷനായി അത്രയ്ക്കും. എന്താ പറയുക, പിന്നെ സാലി സാറ് രക്ഷയില്ല. സാലി സാറ് ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അത്രയ്ക്കും മോട്ടിവേഷനാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്തും സാറ് വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഓക്കെ എന്നെക്കൊണ്ട് പറ്റും. കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ഡൗൺ ആവും, കുറേ കണ്ടിന്യൂസ് ക്ലാസ്സസും മോർണിംഗ് ഫുൾ ടൈം ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വല്ലതും കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഭയങ്കര ഒന്ന് മോട്ടിവേറ്റഡ് ആവും. IAMൻ്റെ കേസിൽ എനിക്ക് IAMൻ്റെ ഒരിക്കലും എന്താ പറയുക മറക്കാൻ പറ്റാത്ത ഒരിതാണ്. ഞാൻ ഇന്ന് CA ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം IAM ആണ്. അപ്പോൾ ദ ഫ്യൂച്ചർ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, എന്താ പറയുക, നിങ്ങൾ പല സമയത്തും നിങ്ങൾ ഭയങ്കര ഡൗൺ ആവും, ഭയങ്കര ഹാർഡ് വർക്ക് വേണം. എന്താ പറയുക, ഇത് നിങ്ങളെക്കൊണ്ട് പറ്റൂല എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നിങ്ങളെക്കൊണ്ട് പറ്റും. എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ടും പറ്റും. കാരണം ഞാൻ ഒരിക്കലും ഇത് ഭയങ്കര ടഫാണെന്നൊന്നും പറയൂല. എന്താ സംഭവം എന്ന് വെച്ചാൽ സിലബസ് ഭയങ്കര വാസ്റ്റാണ്, ഹ്യൂജാണ്. ദ 1 day ബിഫോർ എക്സാം യു ഹാവ് ടു കവർ ഓൾ ദ സിലബസ്. ദറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. സോ അന്ന് ആ തലേന്ന് നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഇപ്പോൾ നിങ്ങൾ അന്ന് എത്ര എന്തെല്ലാം കവർ ചെയ്യുന്നോ അത് മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ, അതാണ് ട്രൂത്ത്. അപ്പോൾ മാക്സിമം എന്താ പറയുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്ന് മാക്സിമം പ്രിപ്പയർ ചെയ്യുക, നിങ്ങളെക്കൊണ്ട് പറ്റും. പിന്നെ ഡൗൺ ആയിരിക്കും, പക്ഷേ ഒന്ന് സാലി സാറിനെ വിളിച്ചാൽ മതി, ഒരു നല്ല മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു അതിൻ്റെ ഡബിൾ റിവാർഡായിട്ട് നമുക്ക് കിട്ടും. ആ കാര്യത്തിൽ പേടിയുണ്ട്. എന്തായാലും നമ്മൾ ഹാർഡ് വർക്ക് വേണം, ഡെഡിക്കേഷൻ, സാക്രിഫൈസ് എല്ലാം ഭയങ്കര അത്യാവശ്യമുള്ളൊരു കോഴ്സാണ് CA. അപ്പോൾ എന്താ പറയുക, നിങ്ങളെ സാക്രിഫൈസിനൊടുവിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും.